Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Welcome to yet another Teen Zone. Hope all of you are doing well. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വചനം എടുത്താലോ? 1 തെസ്സലോനിക്ക 5 അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതിങ്ങനെയാണ്: എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? അത് ഇച്ചിരി പണിയല്ലേ? ഓർ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? അതിലും പണിയായിരിക്കും അല്ലേ? നന്ദി പ്രകാശിപ്പിക്കാം, അത് പലപ്പോഴും നമുക്ക് ഇച്ചിരി ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമല്ലേ? സ്പെഷ്യലി നമുക്ക് അത്രയും നല്ല കാര്യങ്ങളൊന്നും നടക്കാത്തൊരു സമയത്ത് നമുക്ക് നന്ദി പറയാനായിട്ടൊരു ഇച്ചിരി മടിയാണ് അല്ലേ? സോ ഇറ്റ് ഈസ് ഓഫൻ ഡിഫിക്കൾട്ട്, ഓർ നമ്മൾ പലപ്പോഴും മറന്നു പോകാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടിയാണ്. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഇപ്പം നിങ്ങൾ ദൈവസന്നിധിയിലൊക്കെ ഇരിക്കുമ്പോൾ, ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ? മേ ബി ചിലപ്പോൾ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കാം, ഈശോയെ ഇന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു പെയിനിലൂടെ കടന്നു പോകുകയാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമോ ഒരു രോഗമോ, അല്ലെങ്കിൽ എക്സാംസൊക്കെ ആണെങ്കിൽ നല്ല മാർക്ക് കിട്ടാനും അതൊക്കെ ആയിരിക്കും അല്ലേ നമുക്ക് ആദ്യം ഈശോ അടുത്ത് പറയാൻ വരുന്നത്. ബട്ട് ദെൻ നന്ദി പറയാൻ നമുക്ക് പലപ്പോഴും ഒരു മടിയാണ്. ആൻഡ് ദ പ്രോബ്ലം ഈസ് വി ഫോക്കസ് ഓൺ ദ ക്രിയേഷൻസ് മോർ ദാൻ ദ ക്രിയേറ്റർ. സൃഷ്ടികളെയാണ് സൃഷ്ടാവിനെക്കാട്ടിലും നമുക്ക് കൂടുതലും താല്പര്യം. ആൻഡ് ദ തിങ് ഈസ് വി ഡോണ്ട് റിയലൈസ് ദ ഫാക്ട് ദാറ്റ് ഈ ക്രിയേറ്റർ ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ക്രിയേഷൻസ് വല്ലതും ഉണ്ടാവുമോ? ഇല്ല. ഇപ്പം എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആരും ഈ ഒരു മൊമെൻറ്റിൽ എക്സിസ്റ്റ് പോലും ചെയ്യത്തില്ല. സോ ലെറ്റ് us spend some time in giving thanks to that Lord. Let us spend some time in counting our blessings. എണ്ണിയാലും തീരത്തില്ല സത്യം പറഞ്ഞാൽ. ദൈവം നമുക്ക് ചൊരിയുന്ന ഓരോരോ ബ്ലെസ്സിങ്സ് എടുത്തു നോക്കിയാൽ. സോ താങ്ക്സ് ഗിവിങ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു പ്രേസ് അല്ലേ? നമുക്ക് അറിയാവുന്ന, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, വെൻ വി ഗിവ് പ്രേസ് ടു ദ ലോഡ് നത്തിങ് ഹാപ്പൻസ് ടു ഗോഡ് അല്ലേ? ഗോഡ് ഈസ് ഓൾറെഡി പെർഫെക്റ്റ്. ഈ സർവ്വ സൃഷ്ടികളുടെയും സൃഷ്ടാവായ കർത്താവിന് നമ്മുടെ ഒരു ചെറിയ നന്ദിയോ നമ്മുടെ ചെറിയൊരു പ്രേസോ കൊണ്ടും ഒന്നും ആകാൻ പോകുന്നില്ല. ബട്ട് വെൻ വി പ്രേസ് ഗോഡ് നത്തിങ് ഹാപ്പൻസ് ടു ഗോഡ്, but something very beautiful happens inside each one of us. So let us spend some time. ഈ ഒരു നെക്സ്റ്റ് സോങ് പാടുമ്പോൾ നമുക്ക് ആ നല്ലവനായ കർത്താവിൻ്റെ മുമ്പിൽ അല്പനേരമായിരിക്കാം. Let us give thanks for all the blessings he has given us. Psalms 104 നമ്മൾ വായിക്കുന്നുണ്ട്, enter into his gates with thanksgiving and into his courts with praise. Be thankful to him and bless his name. So let us enter his courts with thanksgiving and praise. Let us sing, shout and clap our hands, and let us give praise unto our maker. So എല്ലാവരും ഒരുമിച്ച് നമുക്ക് കൈ അടിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടെ ഈ പാട്ട് ഒരുമിച്ച് പാടാം. Shout
thankful will lead us to become being fruitful in life. നമുക്ക് അറിയാവുന്ന ഒരു കഥയാണ് പഴയ നിയമത്തിൽ ദൈവം മോശയിലൂടെ അത്ഭുതകരമായി more than 400 years ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആ ഇസ്രായേൽക്കാരെ മോചിപ്പിച്ച് അതിസാഹസികമായി റെഡ് സീ ഒക്കെ കടന്ന് അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുമ്പോൾ മരുഭൂമിയിൽ വെച്ച് അവർക്ക് മനുഷ്യന് സ്വാഭാവികമായി വരുന്ന ഒരു കാര്യം അവർക്ക് വന്നു. അതെന്താ? They started complaining about everything. അവർക്ക് they even wanted to go back to Egypt because സമയത്തിന് ഭക്ഷണമെങ്കിലും കിട്ടുമായിരുന്നു അവിടെ. ഇവിടെ കുറ്റമായി, പരിഭവമായി, പിറുപിറുക്കലായി. They didn't bother about what was lying ahead of them. അവർക്ക് ദൈവം പ്രോമിസ് ചെയ്ത ലാൻഡിനെ കുറിച്ച് അവർക്കൊരു ബോധറേഷനും ഇല്ലായിരുന്നു. Their focus was on the creation more than the creator. പക്ഷേ ഏറ്റവും കരുണയുള്ള ദൈവം അതൊന്നും നോക്കണ്ട, in spite of their complaints, he provided them with everything. സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചൊരു ദൈവത്തെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇതുപോലെയാണല്ലേ നമ്മളും ഇസ്രായേൽക്കാരായിട്ട് നമ്മൾ എന്ത് സാമ്യമുള്ളത്? Even we start complaining when things don't go well in our life. നമ്മുടെ കുറ്റവും പരിഭവവും ഒക്കെ നമ്മുടെ ഫോക്കസ് മുഴുവൻ നമ്മുടെ പ്രോബ്ലംസിലേക്കായിരിക്കും. And we tend to drift away from the Creator and focus on the creations and our problems. But in spite of all that, in spite of our situations, in spite of our sinful states, in spite of our constant complaints, God sent His only begotten Son to save you and I, to be partakers in His eternal life. നമുക്കറിയാവുന്ന ഒരു ഫേമസ് വചനമാണ് John 3:16. For God so loved the world that He gave His only begotten Son, so that whoever believes in Him will not perish but have eternal life. Yes, നമ്മുടെ പാപാവസ്ഥകളൊന്നും കണക്കിലെടുക്കാണ്ട് സ്വന്തം പുത്രനെ നമ്മുടെ ഇടയിലേക്ക് തന്ന ആ ദൈവം, in spite of our sinful states, in spite of our constant complaints, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ let us continue to praise that loving God, our ever merciful God. ഈ ഒരു നെക്സ്റ്റ് സോങ് പാടുമ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിലാണെന്നറിയാം, ബട്ട് എന്നാലും നമുക്കൊന്ന് എഴുന്നേറ്റൊക്കെ നിന്ന് നമ്മുടെ ശരീരങ്ങളിൽ നിന്നൊക്കെ അനക്കി ഞങ്ങളോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ബി വെരി ബ്യൂട്ടിഫുൾ. സോ നമുക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടെ ഇവിടെ സൈഡിൽ കസേരകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഞങ്ങളോടൊപ്പം ചെയ്യാമോ? ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി സോങ്. കൈയടിക്കാവോ സന്തോഷത്തോടുകൂടെ? Lord, I lift your name on high. Lord, I love to sing your praises. I'm so glad you're in my life. I'm so glad you came to save us. You came from heaven to earth to show the way, from the earth to the cross, my debts to pay, from the cross to the grave, from the grave to the sky. Lord, I lift your name on high. Lord, I lift your name on high. Lord, I love to sing your praises. I'm so glad you're in my life. I'm so glad you came to save us. You came from heaven to earth to show the way, from the earth to the cross, my debts to pay, from the cross
from heaven to earth to show the way from the earth to the cross. My debt to pay from the cross to the grave, from the grave to the sky. Lord, I lift your name on high. Lord, I lift your name on high. Lord, I lift your name on high. Let's just praise our God. Hallelujah. ജോൺ പോൾ II പറഞ്ഞൊരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. Do not abandon yourself to despair. We are the Easter people and hallelujah is our song. മാതാവിൻ്റെ ജീവിതം നോക്കിയാൽ നമുക്കറിയാം, her life was not so well, അല്ലേ, എപ്പോഴും ഹാപ്പി മൊമെൻറ്റ്സ് ഒന്നും ആയിരുന്നില്ല. But still she trusted in the Lord and she turned her life into a hallelujah. Her life was full of praise and thanksgiving. So like that, hallelujah should be our song in every step of our life. God be praised എന്നർത്ഥമുള്ള hallelujah പാടി നമുക്ക് അല്പനേരം let us come in communion with that Lord. Let us worship him. സ്വർഗീയ വൃന്ദങ്ങളോടുമൊപ്പം മാലാഖമാരോടുമൊപ്പം സ്തുതികൾ വസിക്കുന്ന ആ ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. It is just you and your God. വേറെ ആരുമില്ല. Let us worship him. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകരാജനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകരാജനാം മിശിഹാ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
let us not abandon ourselves to despair, but let us abandon ourselves to Jesus. Let us bring our focus to our Creator than the creations. God bless. Amen. Hello, my dear young friends. Welcome back. We'll continue our journey. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമാണ് അല്ലേ? വി സോ ഓൾ ദി മേജർ കിങ്സ് ഹു ഹാപ്പൻ ഡ്യൂറിങ് ദാറ്റ് ടൈം. നമ്മൾ അവസാനം എത്തിയത് യഹോഷാഫത്ത് എന്ന് പറയുന്ന രാജാവ് യൂദയ രാജാവായും അഹസ്യ എന്ന് പറയുന്ന ആൾ ഇസ്രായേൽ എന്ന കിങ് ഇസ്രായേൽ രാജാവുമായിട്ട് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അവിടെ നമ്മൾ ഏലിയ പ്രവാചകൻ രംഗപ്രവേശനം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഏലിയ 2 രാജാക്കന്മാരിലേക്ക് നമ്മൾ ഇന്ന് കടക്കുമ്പോൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഏലിയ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നു അല്ലേ? അതൊക്കെ നമ്മൾ വായിച്ചിട്ടില്ല എപ്പോഴും. ഏലിയ ഇസ് എ പ്രോഫറ്റ് വാസ് ടേക്കൺ ടു ഹെവൻസ് അലൈവ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഏലിയ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ഏലിയയുടെ ശിഷ്യനായിരുന്ന എലീഷ കൂടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എലീഷ ചോദിക്കുന്നുണ്ട് ഏലിയായോട്, എനിക്ക് നിൻ്റെ ഇരട്ടി അഭിഷേകം തരണം. ഏലിയായുടെ കൂടെ 10 വർഷം നടന്ന എലീഷ ഏലിയായിൽ നിന്ന് അഭിഷേകം വാങ്ങി. ദെൻ ഹീ ബിക്കംസ് ദ മേജർ പ്രോഫറ്റ് ഓഫ് ഇസ്രായേൽ. എലീഷയുടെ കാലഘട്ടങ്ങളിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ എലീഷയിലൂടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അവിടെ നമ്മൾ ഒരു വിധവയുടെ വീട്ടിലേക്ക് എലീഷ ചെല്ലുമ്പോൾ അവിടെ എണ്ണ അവർ കടം കയറി നിൽക്കുമ്പോൾ അവരുടെ എണ്ണപാത്രം എല്ലാം കൊണ്ടുവന്ന് നിറയ്ക്കും. അവിടെ വലിയൊരു മിറക്കിൾ എലീഷ പ്രവർത്തിക്കുന്നു. അതെല്ലാം എണ്ണയെല്ലാം അവിടെ ധാരാളമായിട്ടുണ്ടാകുന്നു. പിന്നീട് നമ്മൾ ശൂനേംകാരിയുടെ പുത്രൻ മരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണും. എലീഷയോട് വന്ന് പറയുമ്പം എലീഷ പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കും. റിസറക്ഷൻ ഓഫ് ദ ഡെഡ് ഓൾസോ ഹാപ്പൻസ് ദെയർ. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് നാമാൻ എന്ന് പറയുന്ന ഒരു സേനാധിപൻ എലീഷയുടെ അടുത്ത് വരുമ്പോൾ എലീഷ പറയും, നീ പോയിട്ട് കുളത്തിൽ പോയി കുളിക്കുക. അങ്ങനെ നാമാൻ്റെ കുഷ്ഠം മാറുന്നു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ എലീഷ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. ഹി വിൽ ഓൾസോ ഹെൽപ്പ് ദ കിങ് ഓഫ് ഇസ്രായേൽ എഗെയിൻസ്റ്റ് ദി എനിമീസ്. വാറിന് വരുമ്പോൾ എനിമീസിൻ്റെ പ്ലാൻസൊക്കെ എലീഷ നേരത്തെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സ്ഥലത്ത് ഇവർ മാറും, അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത സ്ഥലത്ത് ഇവർ അറ്റാക്ക് ചെയ്യും. അങ്ങനെ എലീഷയുടെ കാലഘട്ടങ്ങളിൽ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കും. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ രാജാക്കന്മാർ 5-ാമത്തെ 6-ാമത്തെയൊക്കെ പുസ്തകങ്ങളൊക്കെ 4, 5, 6 അധ്യായങ്ങളൊക്കെ എലീഷയുടെ മിറക്കിൾസും എലീഷ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. 9-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ജെസബേൽ, ആഹാബിൻ്റെ വൈഫായ ജെസബേൽ. ഷീ വാസ് എ വെരി ഈവിൾ ലേഡി. ഈ ബാലിൻ്റെ ദേവന്മാരെ ആരാധിക്കുവാനും എല്ലാവരും അതിൽ പ്രൊമോട്ട് ചെയ്യുന്നത് മേജർ പ്രൊമോട്ടറായിരുന്നു. അപ്പോഴേ ദൈവം പ്രവചിച്ചിരുന്നു ഒരു പ്രവാചകനിലൂടെ, ജെസബെല് വളരെ വിക്കഡായിട്ടുള്ള വളരെ നികൃഷ്ടമായിട്ടുള്ളൊരു മരണമായിരിക്കും ജെസബെലിൻ്റെ ശരീരങ്ങൾ നായ്ക്കൾ ഭക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ്. 9-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ വചനം എത്തുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട്, യേഹു അകത്ത് കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തു. പിന്നെ അവൻ പറഞ്ഞു, ഇനി ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം, അവളെ അടക്കം ചെയ്യണം. അവൾ രാജപുത്രിയാണല്ലോ. സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന് വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, തൻ്റെ ദാസൻ തിഷ്ബ്യനായ ഏലിയായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനം ഇതാണ്, ജസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജെസബെലിൻ്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ജെസബെലിൻ്റെ ജഡം തിരിച്ചറിയാനാകാത്ത വിധം ജസ്രയേലിലെ വയലിൽ ചാണകം പോലെ കിടക്കും. ഇതാണ് ജെസബേൽ. അപ്പം ജെസബേലിൻ്റെ ആ ദൈവത്തിനെതിരെയും ബാക്കിയുള്ള ദേവന്മാരെയൊക്കെ ആരാധിക്കുകയും സേറ്റൻ വർഷിപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ജെസബേൽ. ഓൾ ദ ഈവിൾ പ്രാക്ടീസസ്, അവരുടെയൊക്കെ എൻഡ് എന്ന് പറയുന്നത് അതിദാരുണമാണ്. ഷുഡ് നെവർ ഈവൻ ലുക്ക് ഇൻ ടു ദോസ് ഏരിയാസ്. അങ്ങനെയൊക്കെ നമ്മുടെ അടുത്തൊക്കെ ആരെങ്കിലും എന്തൊക്കെ നമ്മളെ ടെംപ്റ്റ് ചെയ്യുമ്പോൾ വി ഷുഡ് ജസ്റ്റ് അവോയ്ഡ് ദം കംപ്ലീറ്റ്ലി. മനസ്സിലായില്ലേ? കാരണം അത് ഡെഫിനറ്റ് ഈവിളായിട്ട് ദൈവം വളരെ ഏറ്റവും നീചമായിട്ടുള്ള അന്ത്യമായിരിക്കും അവരുടെ. പിന്നീട് നമ്മൾ 10-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ യേഹു എന്ന് പറയുന്ന ആൾ വന്ന് കംപ്ലീറ്റ് ഇസ്രായേലിൻ്റെ യൂദ രാജകുടുംബങ്ങൾ മുഴുവനും നശിപ്പിക്കുകയാണ്. എല്ലാ പ്രിൻസസിനെ എല്ലാം കൊന്ന് അവനവിടെ ഫുള്ള് ഇതിനെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്ന രാജാക്കന്മാർ നമ്മൾ കാണുന്നുണ്ട്, ഒത്തിരി രാജാക്കന്മാർ വരുന്നുണ്ട്. താഴോട്ട് യോവാഷ് എന്ന് പറയുന്ന യൂദ രാജാവ് വരുന്നു. യഹോവഹാസ് ഇസ്രായേൽ രാജാവാകുന്നു. പിന്നീട് നമ്മൾ 13-ാമത്തെ വചനമൊക്കെ എലീഷ മരിക്കുന്നുണ്ട്. നമ്മൾ താഴോട്ട് വരുമ്പോൾ ഈ ഒരു സീരീസ് ഓഫ് കിങ്സ് വി വിൽ സി. അതിൽ
നമ്മൾ കാണുകയാണെങ്കിൽ കുറേ പേരുണ്ട് അവിടെ. അതിൽ ഏറ്റവും ഈവിളായിട്ടുള്ള ഒരാളാണ് മനാസെ എന്ന് പറയുന്നത്. സദേൺ കിങ്ഡത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഉസിയായുണ്ട്, ആഹാസ് ഉണ്ട്, ഹെസക്കിയ ഉണ്ട്, മനാസയുണ്ട്, ജോസിയായുണ്ട്. ഇതിൽ ചിലർ ഇച്ചിരി ഭേദപ്പെട്ടവരായിരിക്കും, മറ്റവർ വളരെ ബാഡായിരിക്കും. ഉസിയ വാസ് ഓൾമോസ്റ്റ് എ ഗുഡ് കിങ്, ആഹാസ് വാസ് ബാഡ്. എഗെയിൻ ഹെസക്കിയ വാസ് ഗുഡ്, മനാസെ വാസ് ബാഡ്, വെരി ബാഡ്. മനാസയാണ് അതിലുള്ളിൽ വെച്ചിട്ട് ഏറ്റവും നികൃഷ്ടനായ രാജാവായിട്ട് അവിടെ കാണുന്നത്. കാരണം ഓൾ ദി ഈവിൽ പ്രാക്ടീസസ് ഹി ബോട്ട് ഇറ്റ് ഇൻ ടു ദി ഫോർ ഫ്രണ്ട്. പിന്നെ നമ്മൾ ജോസിയയിലേക്ക് എത്തുമ്പോഴാണ് എന്തെങ്കിലും ഒരു റെസ്പൈറ്റ് കാണുന്നത്. ജോസിയയുടെ സമയം എത്തുമ്പോൾ നമ്മൾ 2 രാജാക്കന്മാർ 22-ലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ജോസിയ രാജാവിൻ്റെ ഭരണകാലത്ത് ഹീ വിൽ ട്രൈ ടു റിവൈവ് എ ഫ്യൂ ഓഫ് ദീസ് ഡാമേജസ് ഡൺ ബൈ ഹിസ് ഫോർ ഫാദേഴ്സ്. ജോസിയയുടെ അപ്പനും അപ്പാപ്പനൊക്കെ ഐഡൽ വർഷിപ്പിനെയും ബാക്കിയുള്ള ദേവന്മാരെയൊക്കെ ആരാധിച്ചിരുന്നതാണ്. പക്ഷേ ജോസിയയുടെ സമയം എത്തുമ്പം നിയമഗ്രന്ഥം കണ്ടെത്തുന്നതായിട്ട് നമ്മൾ 2 രാജാക്കന്മാർ 22:8 നമ്മൾ വായിക്കും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 22:8 ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാര്യസ്ഥൻ ഷാഫാനോട് പറഞ്ഞു. അവനത് വാങ്ങി വായിച്ചു. കാര്യസ്ഥൻ ഷാഫാൻ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അങ്ങയുടെ ദാസന്മാർ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവനും ദേവാലയത്തിൻ്റെ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചു. പുരോഹിതൻ ഹിൽക്കിയ ഒരു ഗ്രന്ഥം തന്നയച്ചിട്ടുണ്ട്. ഷാഫാൻ അത് രാജാവിൻ്റെ മുന്നിൽ വായിച്ചു. നിയമഗ്രന്ഥം കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി. എന്നിട്ട് രാജാവ് പറഞ്ഞു, എനിക്കും ജനത്തിനും യൂദയ മുഴുവനും വേണ്ടിയും നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കർത്താവിനോട് ആരായുവിൻ. നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാത്തതിനാൽ കർത്താവിൻ്റെ ഉഗ്രകോപം നമുക്കെതിരെ ജ്വലിച്ചിരിക്കുന്നു. സോ വെൻ ഹി ഗെറ്റ്സ് ബാക്ക് ദി കവനൻറ്റ്, ദി വേർഡ് ഓഫ് ഗോഡ്, ഹി വിൽ റീഡ് ഇറ്റ് ആൻഡ് ഹിൽ റിയലൈസ് ദാറ്റ് ഹിസ് ഫോർ ഫാദേഴ്സ് ഡിഡ് ബിഗ് സിൻസ്. ഇതാണ് ദൈവവചനമാണ്. നമ്മൾ ആദ്യമേ വായിച്ചില്ലേ, ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ പാതയിൽ വിളക്കും വഴിയിൽ പ്രകാശവുമാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോസിയ രാജാവിന് ബോധോദയം ഉണ്ടാവുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി മാറിയാണ് നടക്കുന്നത്. ഹീ കെയിം ബാക്ക് ടു നോ ഹിസ് സ്റ്റോറി. നിയമഗ്രന്ഥത്തിലാണ് എല്ലാം എഴുതി വച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ അവരറിഞ്ഞു. സീനായ് മലയിൽ വെച്ച് ദൈവം കൊടുത്ത കൽപ്പനകളെ പറ്റി അവൻ ഓർത്തു. അങ്ങനെ ഹീ ഗോട്ട് ബാക്ക് ഹിസ് സ്റ്റോറി. ഉടനെ തന്നെ ജോസിയ എന്ത് ചെയ്യും? ജോസിയ വിൽ ഗോ ആൻഡ് ഡിസ്ട്രോയ് ഓൾ ഈ പറയുന്ന ഐഡൽസിനെ എല്ലാം തകർത്ത് ദേവാലയത്തിലുണ്ടായിരുന്ന പുറത്തുണ്ടായിരുന്ന എല്ലാ പ്രതിഷ്ഠകളെയും എടുത്ത് മാറ്റി ഹീ വിൽ റീ എസ്റ്റാബ്ലിഷ് ദി ടെമ്പിൾ ആൻഡ് അതിൻ്റെ ആ ഹോളിനെസ് എല്ലാം റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി ജോസിയ എന്ന് പറയുന്ന രാജാവാണ്. ഹീ വിൽ സ്റ്റോപ്പ് ചൈൽഡ് സാക്രിഫൈസസ്, ഡിസ്ട്രോയ് ദ ഐഡൽസ് അറ്റ് ബെതേൽ ഇറക്റ്റഡ് ബൈ ജെറോബോവാം. അപ്പം ജെറോബോവാം ബെതേലിലും ഡാനിലും വെച്ചിരുന്ന കാളക്കുട്ടികളെയൊക്കെ ഈ ജോസിയ ചെന്നിട്ട് അതെല്ലാം തകർത്ത് അതെല്ലാം മാറ്റിക്കളയും. അങ്ങനെ ഒരു റെസ്റ്റോറേഷൻ അവിടെ ചെറിയ തോതിൽ നടക്കുന്നുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ കാണുമ്പോൾ നെക്സ്റ്റ് 3 generations എത്തുമ്പോഴത്തേക്കും ദേ ആർ സ്റ്റിൽ കമ്മിറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക്. ബൈ ദ ടൈം ഇറ്റ് കംസ് ടു ദ സെദക്കിയ എന്ന് പറയുന്ന ഒരു രാജാവിലേക്ക് എത്തുമ്പോഴത്തേക്കും വീണ്ടും അവർ ഈ കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ വചനം, ദൈവം പ്രവചിച്ചിരുന്ന പ്രവാചകന്മാരായ ഏശയ്യ, ജെറമിയായിലൂടെയൊക്കെ പ്രവചിച്ചിരുന്ന കാര്യങ്ങൾ അവിടെ നിറവേറ്റപ്പെടുകയാണ്. എന്താണത്? ബാബിലോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു രാജാവ് വരും, അവർ നിങ്ങളെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകും, 70 വർഷം നിങ്ങൾ എക്സൈലിൽ പോകുമെന്ന് പറയുന്ന പ്രവചനം അവിടെ നിറവേറ്റപ്പെടുകയാണ് അവസാനത്തിലേക്ക് എത്തുമ്പം. നോർത്തേൺ കിങ്ഡത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അസീറിയൻ രാജാവ് വന്ന് അവരെ ബന്ധസ്ഥനാക്കി കൊണ്ടുപോകുന്ന ഒരു കാര്യവും നമ്മൾ കാണും. ഈ എക്സൈലിലേക്ക് പോകുന്നത് 3-4 പാർട്ടായിട്ടാണ്. അപ്പം ആദ്യമേ ഒരു BC 597 ഫസ്റ്റ് എക്സൈലിലേക്ക് പോകുന്നത്. പിന്നെ 605 പോകുന്നുണ്ട് അവർ. ആ സമയത്തൊക്കെയാണ് ദാനിയേൽ പ്രവാചകനൊക്കെ രംഗത്തിൽ വരുന്നത്. ദാനിയേലും എസെക്കിയേലും ഒക്കെ ഇവർ എക്സൈലിലേക്ക് പോകുന്ന സമയത്തുള്ള പ്രവാചകന്മാരാണ്. ഓക്കെ, ഐസയ്യയുടെ ബാക്കിയുള്ള നമ്മൾ കാണുന്ന പ്രവാചകന്മാരൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. നോർത്തേൺ കിങ്ഡത്തിലേക്ക് കൊണ്ടുപോയവരെല്ലാം അവർ ബന്ദികളാക്കി എങ്ങോട്ട് കൊണ്ടുപോകും? സിറിയയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ കണ്ടിട്ടില്ലേ, നിനവേ എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ ജോന പ്രവാചകൻ പോയത് ആ സ്ഥലമാണ്. അവിടുന്ന് വന്നവരാണ് ഈ നോർത്തേൺ കിങ്ഡത്തിനെ ക്യാപ്റ്റീവ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാം, അവർ ഈ നോർത്തേൺ കിങ്ഡത്തിനെ അടിമകളാക്കിയ ശേഷം അവിടുത്തെ ആൾക്കാരെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കുകയും പുറമേ നിന്നുള്ള 4-5 രാജ്യക്കാരെ കൊണ്ടുപോയിട്ട് ഇസ്രായേൽ ജനവുമായിട്ട് കൂട്ടിക്കലർത്തി അവർ ഇൻ്റർമിംഗിൾ ചെയ്ത് മാരേജ് ചെയ്ത് അവരെ അവിടെ കീഴ്പ്പെടുത്തും. കാരണം എന്താ, ഇവർ വിചാരിച്ചു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇസ്രായേൽ ജനം എല്ലാം കൂടി ഒന്നിച്ചു കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവർ കൂടിക്കഴിഞ്ഞാൽ അവർ നമുക്കെതിരെ റിവോൾട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ
ബുദ്ധി കൂടി അവരെന്ത് ചെയ്യും, വേറെ 5 രാജ്യങ്ങളെ കൊണ്ടുവന്നിട്ട് ഇസ്രായേൽ ജനം ജ്യൂസുമായിട്ട് ഇൻ്റർമിങ്കിൾ ചെയ്യും. അവരാണ് പിന്നീട് സമരിയാക്കാരെന്ന് പറയുന്ന ആൾക്കാരായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മൾ വായിക്കുന്നില്ല പുതിയ നിയമത്തിലൊക്കെ ഈശോ ഒരു സമരിയാക്കാരി സ്ത്രീ കിണറ്റിൻ്റെ അടിയിൽ വന്ന കാര്യവും നല്ല സമരിയാക്കാരൻ്റെ ഉപമയൊക്കെ പറയുന്നത്. അപ്പം ഇസ്രായേൽ ജനം പരമ്പരാഗതമായിട്ട് ഈ സമരിയാക്കാരെ ഒരു ഇൻ്റർമിങ്കിൾഡ് ഒരു അത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് ഇന്നും ഇസ്രായേൽക്കാർ സമരിയാക്കാരെ കാണുന്നത്. കാരണം ഈ കാരണം കൊണ്ടാണ് അവർ അസീറിയൻ രാജാവ് വന്നിട്ട് പുറമേ നിന്നുള്ള ആൾക്കാരുമായിട്ട് ഇൻ്റർമിങ്കിൾ ചെയ്ത് അവരെ ഡൈല്യൂട്ട് ചെയ്തു. അപ്പോൾ അവരിൽ ആ ട്രൂ റേസ് ഇപ്പോഴും ഇല്ലാത്തത് കൊണ്ട് സമരിയാക്കാരെ ഇസ്രായേൽക്കാർ ഒരു സബ് സ്റ്റാൻഡേർഡ് ആൾക്കാരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അവർ ഈ സമാരിറ്റൻസും ജൂസും തമ്മിലുള്ള ആ ഒരു എനിമിറ്റിയും ആ ഒരു വലിയൊരു ഡിഫറൻസിയേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ബേസിസ്. അപ്പം നമ്മൾ ഈ ഒരു 2 രാജാക്കന്മാരുടെ ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ രാജാക്കന്മാരുടെ വലിയ ഗുണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ആരെയാണ്, മേജർ പ്രോഫറ്റ്സ്. ഈ ബൈബിളിൽ പറയുന്ന എല്ലാ പ്രോഫറ്റ്സിലും ഒരു നല്ല ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നോർത്തിൽ പ്രവചിച്ചിരുന്ന മേജറായിട്ടുള്ള പ്രോഫറ്റ്സാണ് ഏലിയ, എലീഷ, ജോന, ഹോസിയ അങ്ങനെയുള്ളവർ. സദേൺ കിങ്ഡത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നോർത്തേൺ കിങ്ഡത്തിനെ എന്താ വിളിച്ചിരുന്നത്, ഇസ്രായേൽ എന്നാണ് വിളിച്ചിരുന്നത്. സദേൺ കിങ്ഡത്തിനെ വിളിച്ചിരുന്നതാണ് യൂദ. അപ്പം നമ്മൾ ഇവരുടെ കാലഘട്ടത്തിൽ പറയും യൂദയ രാജാവായിരുന്ന ആഹാസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏശയ്യാ പ്രവചിച്ചു. നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും വേറൊരു രാജാവ് ഭരിച്ചിരുന്ന ഇസ്രായേലിൽ, അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് നോർത്തേൺ കിങ്ഡം, ജൂഡ എന്ന് പറയുന്ന സദേൺ കിങ്ഡം, ബോത്ത് ആർ പാർട്ട് ഓഫ് ദ വൺ സെയിം ഹോളി കിങ്ഡം വിച്ച് ഗോഡ് എസ്റ്റാബ്ലിഷ്. പക്ഷേ ദേ വെർ ഡിവൈഡഡ്. ആ 2 ഭാഗത്തും പ്രവാചകന്മാരെ ദൈവം അയച്ച് ഈ രാജാക്കന്മാർക്കും ജനങ്ങൾക്കും വേണ്ട മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ടിരുന്നു. ഏശയ്യ, ജെറമിയ എന്ന് പറയുന്നവരൊക്കെ സദേൺ കിങ്ഡത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ നടത്തിയിരുന്നത്. ഓൾ ദ സെയിം വലിയ വ്യത്യാസങ്ങളൊന്നും വന്നില്ലെങ്കിലും അതിലെ ഒരു കൂട്ടം ജനങ്ങൾക്ക് എപ്പോഴും അത് വലിയ പ്രത്യാശ നൽകിയിരുന്നു. ഇങ്ങനെയുള്ള എല്ലാം പോയി കഴിഞ്ഞ് നിങ്ങൾ അടിമകളായി പോകും. അപ്പോൾ ഏശയ്യയുടെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പം ഒരു ചാപ്റ്റേഴ്സ് 1 to 40 വരെ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ബിഫോർ ദി എക്സൈൽ. അവരെ ഈ അടിമകളാക്കി കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള ഒരു വാർണിംഗ് ആണ്. ഒരു 40 തൊട്ട് 65 വരെയുള്ളത് അവർ ഡ്യൂറിങ് ദ എക്സൈൽ. അപ്പം ഒരു വിഭാഗം ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി, കുറച്ച് പേര് അവിടെ ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയും പ്രവചിക്കുകയാണ്. 65ലേക്ക് എത്തുമ്പോൾ അവർ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശമൊക്കെയാണ് ഏശയ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുക. ജെറമിയ ഈസ് ഓൾസോ നോട്ട് എനി ഡിഫറെൻറ്റ്. ജെറമിയയിലൂടെയും ദൈവം ശക്തമായി പ്രവചിച്ചു. ജെറമിയ വെൻ ഹി വാസ് വെരി യങ് ഇറ്റ് സെൽഫ് ഗോഡ് കോൾഡ് ഹിം ടു ബി എ പ്രോഫറ്റ്. ആൻഡ് ജെറമിയ 29:11 ആ വലിയ പ്രത്യാശ നൽകുന്നില്ല, നിങ്ങളെ പറ്റി എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല. കാരണം എന്താ, ദൈവം പറയുകയാണ് പുറമേ നിന്നുള്ള രാജാക്കന്മാർ വന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, പക്ഷേ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. അപ്പം ദൈവം അവർക്ക് വലിയ മുന്നറിയിപ്പും പ്രത്യാശയും വാർണിങ്ങിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ പ്രോഫറ്റ്സിനെ എല്ലാം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കാണും. അവർ ഈ എക്സൈലിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ പറഞ്ഞതുപോലെ BC 605 ഫസ്റ്റ് ട്രിപ്പ് ഓഫ് എക്സൈൽ ടു ബാബിലോൺ പോകുന്നത്. ഈ നോർത്തേൺ കിങ്ഡത്തിലേക്ക് പോകുന്ന എക്സൈലിൽ പോകുന്ന സമയത്ത് അവരുടെ കൂടെ പോകുന്നതാണ് തോബിത്തും ഫാമിലിയൊക്കെ. അപ്പോൾ തോബിത്തിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പം ഈ ഒരു കാലഘട്ടത്തിൽ നോർത്തേൺ കിങ്ഡം സിറിയൻ ഭാഗത്തേക്ക് പോയ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ പോയ ഒരു ഗ്യാങ്ങിലാണ് തോബിത്തും ഫാമിലിയൊക്കെ പോയിരിക്കുന്നത്. സദേൺ കിങ്ഡത്തിൽ ബാക്കി അവശേഷിച്ചിരുന്ന ആൾക്കാരുടെ ഇടയിൽ പ്രവചിച്ചിരുന്ന ആൾക്കാരാണ് ഇവർ. പിന്നെ ഒരു കൂട്ടം ആൾക്കാരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകും. ബാബിലോണിലേക്ക് പോകുന്നവരുടെ കൂടെ പോകുന്നതാണ് ദാനിയേലും കൂട്ടുകാരും, അല്ലേ? ദാനിയേലിൻ്റെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പം ഈ ഒരു കാലഘട്ടത്തിൽ നെബുക്കദ്നേസർ രാജാവ് വന്ന് ഇസ്രായേലിനെ മുഴുവനായിട്ട് കീഴടക്കി അതിലെല്ലാവരും അടിമകളാക്കി അതിലെ ഒരു ബാച്ചിനെ ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ പോകുന്നവരാണ് ഡാനിയേലിൻ്റെ പുസ്തകത്തിലുള്ള വിവരണങ്ങളൊക്കെ. അവരവിടെ 70 വർഷം അടിമകളായിട്ട് ജീവിക്കും. 70 years they will be in exile, during which Daniel will give the guidance. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അല്ലേ? ദാനിയേൽ നെബൂഖദ്നേസറിൻ്റെ കൊട്ടാരത്തിൽ സേവകനായി എടുക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ സ്വരവും കേൾക്കുന്ന ദാനിയേൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് ഗോഡ് വിൽ ഗിവ് ഹിം ഗുഡ് പവേഴ്സ് ടു ഇൻ്റർപ്രറ്റ് ഡ്രീംസ്. അങ്ങനെ സ്വപ്നങ്ങളെയൊക്കെ വിവേചിച്ചറിയുന്ന ദാനിയേൽ കൊട്ടാരത്തിലെ നല്ലൊരു പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നു. ബട്ട് 70 years he knows that he will be in exile. അങ്ങനെ ആ സമയത്താണ് ദാനിയേലും എസെക്കിയേലും ഒക്കെ പ്രവചിക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ രാജാക്കന്മാരുടെ 2ാമത്തെ പുസ്തകത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന കംപ്ലീറ്റ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ഇസ്രായേൽ ആസ് എ കിങ്ഡം. ആ കംപ്ലീറ്റായിട്ട് അവർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ ആ ഒരു പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. അങ്ങനെ നെബൂഖദ്നേസർ വന്ന് ഇവരെല്ലാം അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകുന്നു. കുറച്ച് പേര് ഇവിടെ അവശേഷിക്കുന്നു. ആൻഡ് ഇസ്രായേൽ ഈസ് ഡെവസ്റ്റേറ്റഡ്. ആ ദൈവം 70 വർഷം
ആ ഒരു ഡെവസ്റ്റേഷൻ അവിടെ അത് അനുവദിക്കും. ദെൻ വൺസ് ഇൻ എക്സൈൽ ആസ് ഓൾവേസ് ദേ വിൽ റിപ്പൻറ്റ് ആൻഡ് ദേ വിൽ ലോങ് ടു കം ബാക്ക്. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ റിട്ടേൺ ആഫ്റ്റർ ദി എക്സൈൽ ദേ വിൽ കം ബാക്ക് ടു ഇസ്രായേൽ. ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പം അത് നമ്മൾ അടുത്ത ആഴ്ച കാണും. എസ്ര, നെഹമിയ എന്നൊക്കെ പറയുന്ന 2 ലീഡേഴ്സിലൂടെയാണ് അവർ ഈ തിരിച്ചു വന്ന് ഇസ്രായേലിൻ്റെ ടെമ്പിളും ഇസ്രായേലൊക്കെ വീണ്ടും അവർ റീബിൽഡ് ചെയ്യുന്ന കഥ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. ടിൽ ദെൻ, ഗോഡ് ബ്ലെസ് യു ഓൾ. Hi friends, this week's Vogya is Jeremiah chapter 29 verses 11. It says, "For surely I know the plans I have for you, says the Lord, the plans for your welfare and not for harm, to give you a future with hope." Now let us do it in action. Jeremiah chapter 29 verses 11. "For surely I know the plans I have for you, says the Lord, the plans for your welfare and not for harm, to give you a future with hope." Now let's do it one more time. Jeremiah chapter 29 verses 11. "For surely I know the plans I have for you, says the Lord, the plans for your welfare and not for harm, to give you a future with hope." Thank you. St. Augustine of Hippo lived from 354 to 430 AD. His mother was St. Monica, a great Christian in her own right. She was married to a high-ranking pagan official. As a result of his noble birth, St. Augustine was well educated, particularly in rhetoric. As a teenager, he became interested in philosophy. He was not a particularly moral person growing up. At the age of 19, Augustine began an affair with a woman in Carthage where he had gone to study. He remained with the woman for over 15 years. Although they never married, she bore him a son. St. Augustine also lived a very sinful life, filled with pleasures. During his time in Carthage, Augustine became a teacher of rhetoric and was known for the clever nature of his arguments. He became so good at his work that he was invited to Milan to become a professor. During his travels, he encountered many different religious ideas and began to consider which religion to follow. St. Augustine strongly considered committing his life to God, but felt it was impossible, that no man could ever live up to the Christian ideal. Therefore, he spent his days seeking pleasure. At one point in his life, he invited God to save him, but just not quite yet. Despite his sinful ways, St. Augustine corresponded regularly with his mother and Bishop Ambrose of Milan, another great thinker who became a saint. These writings influenced him to consider Christianity. Eventually, Augustine saw the signs that pointed him to Christ. He began to reform his life, and he accepted life as a Christian. He then applied his talent in rhetoric to Christian thought and writing. St. Augustine is regarded as one of the most brilliant Christian writers of all time. He wrote about philosophy and fought heresy. He showed great care for the poor he encountered. His prayer life was extraordinary. St. Augustine died on August 28, 430 AD, and is the patron saint of brewers. He is also the patron of those who struggle with strong vices or habits they wish to break.